Students, today we are going to discuss about some basic ideas of these hardware components, SMPS, motherboard, add-on cards, ports, network cables. Okay, let's start. First one, switched mode power supply, SMPS. Switch mode power supply, SMPS. ഓക്കെ, SMPSൻ്റെ ഫിഗറാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. എല്ലാവരും കണ്ടിട്ടുണ്ടായിരിക്കും ഇങ്ങനെയൊരു കോമ്പണൻറ്റ് നമ്മുടെ സിസ്റ്റത്തിൽ കമ്പ്യൂട്ടറിൻ്റെ CPU-ൻ്റെ ഉള്ളിൽ ബാക്ക് സൈഡിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും ഇങ്ങനെയൊരു ബോക്സ്, കുറേ വയറുകളായിട്ടുള്ളൊരു ബോക്സ്. ഓക്കെ, ഇതാണ് SMPS. SMPSന്ന് നമ്മൾ സ്വിച്ച് മോഡ് പവർ സപ്ലൈ എന്ന് പറയും, സ്വിച്ചിങ് മോഡ് പവർ സപ്ലൈ, സ്വിച്ച് മോഡ് പവർ സപ്ലൈ, സ്വിച്ച്ഡ് പവർ സപ്ലൈ, സ്വിച്ചർ, ഇതെല്ലാം തന്നെ SMPSനെയാണ് ഇങ്ങനെയുള്ള പേരുകളൊക്കെ തന്നെ അറിയപ്പെടുന്നത്. ഓക്കെ, ഇറ്റ് ഈസ് ആൻ ഇലക്ട്രോണിക് പവർ സപ്ലൈ ദാറ്റ് ഇൻകോപ്പറേറ്റ് എ സ്വിച്ചിങ് റെഗുലേറ്റർ ടു കൺവേർട്ട് ഇലക്ട്രിക്കൽ പവർ എഫിഷ്യൻ്റ്ലി. അതായത് ഒരു കമ്പ്യൂട്ടറിലേക്ക് വേണ്ട പവർ സപ്ലൈ ചെയ്യാനാണ് എന്ത് യൂസ് ചെയ്യുന്നത്, SMPS യൂസ് ചെയ്യുന്നത്. നമ്മൾ കമ്പ്യൂട്ടറിൻ്റെ പുറകിൽ ഒരു AC പ്ലഗിനുള്ളൊരു പോർട്ട് കണ്ടിട്ടുണ്ടായിരിക്കും അല്ലേ, അത് കമ്പ്യൂട്ടറിലേക്കുള്ള പവർ സപ്ലൈ കൊടുക്കാനുള്ളൊരു പോർട്ടാണത്. അതിലാണ് നമ്മൾ ഈ SMPS പ്ലഗ് ഇൻ ചെയ്യുന്നത്. അപ്പോൾ നമുക്കറിയാം കമ്പ്യൂട്ടറിന് DC വോൾട്ടേജ് ലെവൽ, അതായത് 0s and 1s DC വോൾട്ടേജാണ് വേണ്ടത് കമ്പ്യൂട്ടറിൽ. നമ്മൾ കൊടുക്കുന്നത് ഏത് വോൾട്ടേജാണ്? AC വോൾട്ടേജാണ്. അപ്പോൾ ഈ ACനെ എന്തിലേക്ക് കൺവേർട്ട് ചെയ്യണം? DCയിലേക്ക് കൺവേർട്ട് ചെയ്ത് സ്റ്റെബിലൈസ്ഡ് ആയിട്ടുള്ളൊരു ഔട്ട്പുട്ട് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് എന്ത് യൂസ് ചെയ്യുന്നത്? SMPS യൂസ് ചെയ്യുന്നത്. അപ്പോൾ SMPS എന്ന് പറഞ്ഞാൽ ACനെ DC ആക്കുക മാത്രമല്ല ഇതിൻ്റെ ഡ്യൂട്ടി, സ്റ്റെബിലൈസ്ഡ് ആയിട്ടുള്ളൊരു ഔട്ട്പുട്ട് പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതും കൂടി SMPSൻ്റെ ഡ്യൂട്ടിയാണ്. സ്റ്റെബിലൈസ്ഡ് ആയിട്ടുള്ള ഔട്ട്പുട്ട് എന്ന് പറയുമ്പോൾ നമുക്കറിയാം വോൾട്ടേജ് ഫ്ലക്ച്വേഷൻസ് ഒക്കെ വരുമ്പോൾ കമ്പ്യൂട്ടറിനെ അഫക്റ്റ് ചെയ്യാൻ സാധ്യതയുണ്ട് അല്ലേ. അപ്പോൾ അങ്ങനെയുള്ള ഫ്ലക്ച്വേഷൻസിനെയൊക്കെ കൺട്രോൾ ചെയ്ത് സ്റ്റെബിലൈസ്ഡ് ആയിട്ടുള്ള കൺട്രോൾഡ് ആയിട്ടുള്ള വോൾട്ടേജ് ലെവൽ പവർ സപ്ലൈ ചെയ്യുക എന്നുള്ളതാണ് SMPSൻ്റെ ഡ്യൂട്ടി. അപ്പോൾ SMPS സ്വിച്ച് മോഡാണ്. സ്വിച്ച് മോഡ് എന്ന് പറഞ്ഞാൽ പവർ സ്വിച്ച് ചെയ്യുക, ഓൺ ഓർ ഓഫിലേക്ക് സ്വിച്ച് ചെയ്യാനുള്ളൊരു എബിലിറ്റി SMPSനുണ്ട്. അതുകൊണ്ടാണത് സ്വിച്ച് മോഡ് പവർ സപ്ലൈ എന്ന് അറിയപ്പെടുന്നത്. ഓക്കെ, അപ്പോൾ ഈ SMPSൻ്റെ അഡ്വാൻറ്റേജ് എന്ന് വെച്ചാൽ അതൊരു ലൈറ്റ് വെയിറ്റ് ആണ്, പിന്നെ കുറച്ച് സ്പേസ് മതി അതിനെ ഹോൾഡ് ചെയ്യാനായിട്ട്, ഹീറ്റ് ഡെസിപ്പിറ്റേഷൻ കുറവാണ്, പവർ ലോസ് കുറവാണ്. പവർ ലോസ് കുറവെന്ന് വെച്ചാൽ അതിൻ്റെ ഔട്ട്പുട്ട് സ്റ്റെബിലൈസ്ഡ് ആയതുകൊണ്ട് തന്നെ അതിൻ്റെ പവർ ലോസ് കുറവാണ്. ഇത് ധാരാളമായിട്ട് ഉപയോഗിക്കുന്നുണ്ട് കമ്പ്യൂട്ടർ സിസ്റ്റത്തിൽ മാത്രമല്ല, ഒരുപാട് എക്യുപ്മെൻറ്റ്സിൽ, എക്സാമ്പിൾ മെഷീനറി ടൂൾസിൽ, ഹോം അപ്ലയൻസസിൽ എല്ലാം തന്നെ ഓപ്പറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് SMPS ആണ് യൂസ് ചെയ്യുന്നത്. മേജറായിട്ട് SMPSന് 2 പാർട്സ് ആണുള്ളത്. പ്രൈമറി ഇൻപുട്ട് സെക്ഷനും സെക്കൻഡറി ഔട്ട്പുട്ട് സെക്ഷനും ഉണ്ട്. ആ രണ്ടിനെയും കൂടി, അതായത് പ്രൈമറി ഇൻപുട്ട് സെക്ഷനെയും സെക്കൻഡറി ഔട്ട്പുട്ട് സെക്ഷനെയും കൂടി കണക്ട് ചെയ്യാനായിട്ടൊരു ഫീഡ്ബാക്ക് സർക്യൂട്ടും ഉണ്ട്. ഓക്കെ, അപ്പോൾ പ്രൈമറി ഇൻപുട്ട് സെക്ഷനിൽ ഒരു റെക്ടിഫയർ സർക്യൂട്ട്, അതുപോലെ തന്നെ ഫിൽട്ടർ സർക്യൂട്ട്, ഒരു സ്വിച്ചിങ് സർക്യൂട്ടാണുള്ളത്. ദെൻ ഔട്ട്പുട്ട് സെക്ഷനിലേക്ക് വരുമ്പോൾ റെഗുലേറ്റർ സർക്യൂട്ടറി, റെക്ടിഫയർ സർക്യൂട്ടറി, പിന്നെ വേർതിരിക്കാനുള്ളൊരു ട്രാൻസ്ഫോമർ. ഇതാണ് SMPSൻ്റെ സ്ട്രക്ചർ. നിങ്ങൾക്ക് SMPSൻ്റെ സ്ട്രക്ചർ ഒന്നും പഠിക്കാനില്ല, ജസ്റ്റ് ഹാർഡ്വെയർ കമ്പോണൻസിൽ ഒരു കമ്പോണൻ്റ് ആയിട്ട് മാത്രമാണ് SMPS പറയുന്നുള്ളൂ. അതിൽ ജസ്റ്റ് എൻ്റെ എന്താണ് എന്നുള്ളതും അതിൻ്റെ ഡ്യൂട്ടി എന്താണെന്നുള്ളതും മാത്രം മനസ്സിലാക്കി വയ്ക്കുക. ലൈക്ക് അതർ പവർ സപ്ലൈസ്, SMPS ട്രാൻസ്ഫർ പവർ ഫ്രോം എ DC or AC source to DC load such as a personal computer while converting voltage and current characteristics. ഓക്കെ, SMPSൻ്റെ ഒരു ഡിവൈസ് എടുക്കുമ്പോൾ നമുക്കറിയാം അതിൻ്റെ പുറകിൽ ഒരു ഫാൻ ഉണ്ടായിരിക്കും, അത് ഓൾവേസ് വർക്കിംഗ് ആയിരിക്കും. ഓൺ സ്റ്റേറ്റ് ആണെങ്കിൽ ഓൾവേസ് ആ ഫാൻ വർക്കിംഗ് ആയിരിക്കും. അതിൻ്റെ ഡ്യൂട്ടി എന്ന് പറയുന്നത് ACനെ DCയിലേക്ക് ആക്കാനും സ്റ്റെബിലൈസ്ഡ് ആയിട്ടുള്ള ഔട്ട്പുട്ട് പ്രൊവൈഡ് ചെയ്യുക, കമ്പ്യൂട്ടറിൻ്റെ കമ്പോണൻസിലേക്ക് പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതാണ് SMPSൻ്റെ മെയിനായിട്ടുള്ള ഡ്യൂട്ടി. ക്ലിയർ? നെക്സ്റ്റ്, മദർ ബോർഡ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കമ്പോണൻറ്റ് തന്നെയാണ് മദർ ബോർഡ്. The main printed circuit board in a computer is known as motherboard. Other names for this central computer unit are system board, main board or printed wired board. Okay, printed wired board, motherboard, system board, അതുപോലെ അങ്ങനെയൊക്കെയാണ് നമ്മൾ മദർ ബോർഡിനെ പറയുന്നത്. മദർ ബോർഡ് സംടൈംസ് ഷോർട്ടൻ ടു മോബോ എന്നും കൂടി മദർ ബോർഡിനെ വിളിക്കാറുണ്ട്.
ഓക്കെ. ദെൻ മേജർ കോമ്പോണൻസ്, മദർ ബോർഡിലുള്ള മേജർ കോമ്പോണൻസ് എന്ന് പറയുന്നത് നമുക്കത് കാണാം. പ്രോസസ്സർ, മെമ്മറി, എക്സ്പാൻഷൻ സ്ലോട്ട്. മദർ ബോർഡിൻ്റെ പിക്ചർ നെക്സ്റ്റ് സ്ലൈഡിൽ വരുന്നുണ്ട്, നമുക്ക് കാണാം. അപ്പോൾ എന്തൊക്കെയാണ് ആ മദർ ബോർഡിൽ കണക്ട് ചെയ്തിരിക്കുന്നത് അല്ലെങ്കിൽ അറ്റാച്ച് ചെയ്തിരിക്കുന്നത് നമുക്ക് കാണാം. സോ ന്യൂമറസ് മേജർ കോമ്പോണൻസ് ക്രൂഷ്യൽ ഫോർ ദ ഫങ്ഷനിങ്. കമ്പ്യൂട്ടറിൻ്റെ ഫങ്ഷനിങ്ങിന് അത്യാവശ്യമായിട്ടുള്ള ഒരുപാട് ക്രൂഷ്യലായിട്ടുള്ള കോമ്പോണൻസ് എവിടെയുണ്ട്? നമ്മുടെ മദർ ബോർഡിലുണ്ട്. മദർ ബോർഡ് കണക്ട് ഡയറക്ട്ലി ഓർ ഇൻഡയറക്ട്ലി ടു എവറി പാർട്ട് ഓഫ് പി സിയുടെ എല്ലാ പാർട്ടിലേക്കും ഒന്നെങ്കിൽ ഡയറക്റ്റ് ആയിട്ട് അല്ലെങ്കിൽ ഇൻഡയറക്റ്റ് ആയിട്ട് എന്ത് കൊടുക്കുന്നുണ്ട്? കണക്ഷൻ മദർ ബോർഡ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ. അപ്പോൾ മദർ ബോർഡിൻ്റെ ഒരു പിക്ചർ, ഒരു ഡയഗ്രമാറ്റിക് റെപ്രസെൻറ്റേഷൻ ഇവിടെ കാണാം നമുക്ക്. അതിലെന്തൊക്കെ കാണാം? കുറേ സർക്യൂട്ടറി അല്ലേ, കുറേ സോൾഡറിങ് കാണാം, അതുപോലെ തന്നെ കുറേ എക്സ്പാൻഷൻ സ്ലോട്ടുകൾ കാണാം, പോർട്ടുകൾ കാണാം, പ്രോസസ്സറിനുള്ള സോക്കറ്റ് കാണാം. അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ കണ്ടോ. അത് പ്രോസസ്സർ വെക്കുന്നതാണ് ആ ഒരു പ്രോസസ്സർ സോക്കറ്റിലേക്ക്. പിന്നെ പോർട്ടുകൾ ഇവിടെയുണ്ട്, അതുപോലെ എക്സ്പാൻഷൻ സ്ലോട്ടുകളുണ്ട്. അപ്പോൾ ഇതൊക്കെ എന്താണെന്ന് നമുക്ക് പഠിക്കാം. എക്സ്പാൻഷൻ സ്ലോട്ടുകളൊക്കെ എക്സ്റ്റേണൽ ഡിവൈസസിനെ, ആഡ് ഓൺ കാർഡ്സിനൊക്കെ ഇൻസർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ എക്സ്പാൻഷൻ സ്ലോട്ടുകളൊക്കെ യൂസ് ചെയ്യുന്നത്. ഓക്കെ. പോർട്ടുകൾ എന്ന് പറയുമ്പോൾ USB, അതുപോലെ തന്നെ മൗസ്, കീബോർഡ്, പ്രിൻ്റർ ഇങ്ങനെയുള്ള ഡിവൈസസിനെ കണക്ട് ചെയ്യാനായിട്ട് എന്ത് യൂസ് ചെയ്യുന്നു? പോർട്സും യൂസ് ചെയ്യുന്നു. ഓക്കെ. മേജർ കോമ്പോണൻസ്, മദർ ബോർഡിലെ കോമ്പോണൻസ്, ദ കമ്പ്യൂട്ടേഴ്സ് മൈക്രോ പ്രോസസ്സർ. അതാണ് മേജറായിട്ടുള്ള ഫസ്റ്റ് കോമ്പോണൻറ്റ്. എന്താണ്? മൈക്രോ പ്രോസസ്സറാണ്. മൈക്രോ പ്രോസസ്സർ. റാം സ്ലോട്ട് എന്താണ്? റാം സ്ലോട്ട് എന്ന് പറയുമ്പോൾ എന്താണ് റാം സ്ലോട്ട്? നമുക്കറിയാം മെമ്മറീനെ അല്ലേ, മെമ്മറീനെ അറ്റാച്ച് ചെയ്യാനായിട്ടാണ് എന്ത് യൂസ് ചെയ്യുന്നത്? റാം സ്ലോട്ട് യൂസ് ചെയ്യുന്നത്. ദെൻ ബേസിക് ഇൻപുട്ട് ഔട്ട്പുട്ട് സിസ്റ്റം, അതായത് റോം. ബയോസ് എന്ന് പറയുന്നത് നമ്മുടെ കമ്പ്യൂട്ടറിന് സ്റ്റാർട്ട് ചെയ്യുന്ന ബൂട്ട് സ്ട്രാപ്പ് പ്രോഗ്രാമൊക്കെ ഇരിക്കുന്നത് എവിടെയാണ്? ബയോസിലാണ്. അപ്പോൾ ബയോസിനെ കണക്ട് ചെയ്യാനുള്ളൊരു ബയോസ് ഒരു കമ്പോണൻറ്റ് എവിടെയുണ്ട്? മദർ ബോർഡിലുണ്ട്. CMOS ബാറ്ററി ഉണ്ട്. CMOS ബാറ്ററി എന്ന് പറഞ്ഞാൽ കമ്പ്യൂട്ടറിന് വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഡേറ്റ്, ടൈം, അതൊക്കെ അപ്ഡേഷൻ വേണം അല്ലേ. ഇന്നത്തെ ഡേറ്റും അതുപോലെ തന്നെ ഇന്നത്തെ ഡേറ്റുകൾ എല്ലാ ദിവസവും മാറി മാറി വരണം. അതുപോലെ തന്നെ ടൈം ചേഞ്ച് ആയിക്കൊണ്ടിരിക്കണം. അപ്പോൾ ഈ ഡേറ്റും ടൈമൊക്കെ സെറ്റ് ചെയ്യാനും അതിനെ അപ്ഡേറ്റ് ചെയ്യാനും ഒക്കെയാണ് CMOS ബാറ്ററി യൂസ് ചെയ്യുന്നത്. അത് ഒരു ചെറിയൊരു ബാറ്ററിയാണ്, അതും ഈ മദർ ബോർഡിൽ തന്നെയാണ് ഹോൾഡ് ചെയ്യുന്നത്. ദെൻ ക്യാഷ് മെമ്മറി, ഫാസ്റ്റ് ആയിട്ടുള്ള മെമ്മറി അല്ലേ, ടെമ്പററി റിസൾട്ട്സ് ഒക്കെ സ്റ്റോർ ചെയ്യാനായിട്ട്, അല്ലെങ്കിൽ CPU ഫ്രീക്വൻ്റ് ആയിട്ട് യൂസ് ചെയ്യുന്ന റിസൾട്ട്സിനെയും വേരിയബിൾസിനെയൊക്കെ ഹോൾഡ് ചെയ്യാനായിട്ടാണ് ക്യാഷ് മെമ്മറി യൂസ് ചെയ്യുന്നത്. വളരെ ഫാസ്റ്റ് ആക്സസ് മെമ്മറിയാണ് ക്യാഷ് മെമ്മറി. അപ്പോൾ അത് എവിടെയുണ്ട്? മദർ ബോർഡിലുണ്ട്. ദെൻ എക്സ്പാൻഷൻ ബസ്സസ്, ഇൻപുട്ട് ഔട്ട്പുട്ട് പാത്വേ ഫ്രം CPU ടു പെരിഫറൽ ഡിവൈസസ്. എക്സ്പാൻഷൻ ബസ്സസ് എന്ന് പറയുന്നത് എന്താണ്? ഒരുപാട് ബസ്സസ് നമ്മൾ എക്സ്പാൻഷൻ സ്ലോട്ടുകളെയാണ് എക്സ്പാൻഷൻ ബസ് എന്ന് പറയുന്നത്. ഓക്കെ. വിച്ച് കാർഡ്സ് ആർ ഇൻസെർട്ട്, അതായത് അതിലേക്കാണ് കാർഡ്സുകൾ ഇൻസെർട്ട് ചെയ്യുന്നത്. എന്തെങ്കിലും ആഡ് ഓൺ കാർഡുകൾ ഉണ്ടെങ്കിലൊക്കെ ഇൻസെർട്ട് ചെയ്യുന്നത് എവിടെയാണ്? എക്സ്പാൻഷൻ സ്ലോട്ടിലാണ്. ദെൻ ചിപ്സെറ്റ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കോമ്പണൻ്റ് ആണ്. നോർത്ത് ബ്രിഡ്ജും സൗത്ത് ബ്രിഡ്ജും കൂടി ചേർന്നതാണ് ചിപ്സെറ്റ്. ഇറ്റ് ഈസ് എ ഗ്രൂപ്പ് ഓഫ് സ്മോൾ സർക്യൂട്ട്സ് ദാറ്റ് കോർഡിനേറ്റ് ദ ഫ്ലോ ഓഫ് ഡേറ്റ ടു ആൻഡ് ഫ്രം CPU-യിലേക്കും CPU-യിൽ നിന്നും ഡേറ്റ ട്രാൻസ്ഫറിനെ കൺട്രോൾ ചെയ്യുന്നത് ഈ ചിപ്സെറ്റാണ്. നോർത്ത് ബ്രിഡ്ജും സൗത്ത് ബ്രിഡ്ജും അങ്ങനെ 2 ഡിവിഷൻ ഉണ്ട്. നോർത്ത് ബ്രിഡ്ജിലാണ് എന്ത് വരുന്നത്? നമ്മുടെ ഡേറ്റ CPU-യിലേക്കുള്ള ഡേറ്റ ട്രാൻസ്ഫർ, മെയിൻ മെമ്മറിയിലേക്കുള്ള ഡേറ്റ ട്രാൻസ്ഫർ എല്ലാം നടക്കുന്നത് നോർത്ത് ബ്രിഡ്ജാണ്. ദെൻ സൗത്ത് ബ്രിഡ്ജ് എന്ന് പറയുമ്പോൾ എക്സ്റ്റേണൽ ഡിവൈസസിൽ ഡേറ്റ ട്രാൻസ്ഫർ ഒക്കെ നടക്കുന്നത് സൗത്ത് ബ്രിഡ്ജിലാണ്. ഓക്കെ. അപ്പോൾ ചിപ്സെറ്റ് എന്ന് പറയുമ്പോൾ നോർത്ത് ബ്രിഡ്ജിൻ്റെയും സൗത്ത് ബ്രിഡ്ജിൻ്റെയും കോമ്പിനേഷനാണ് ചിപ്സെറ്റ്. ഇറ്റ് ഈസ് എ ഗ്രൂപ്പ് ഓഫ് സ്മോൾ സർക്യൂട്ട് ദാറ്റ് കോർഡിനേറ്റ് ദ ഫ്ലോ ഓഫ് ഡേറ്റ ടു ആൻഡ് ഫ്രം CPU. ഓക്കെ. നെക്സ്റ്റ് CPU ക്ലോക്ക്. ഓക്കെ. CPU ക്ലോക്ക് എന്ന് പറഞ്ഞാൽ എന്താണ്? CPU ക്ലോക്ക്, CPU-യിലൊരു ക്ലോക്ക് ഉണ്ട്. അതായത് CPU-നെ എല്ലാ ഓപ്പറേഷൻസിനും സിങ്ക്രണൈസ് ചെയ്യാനായിട്ടുള്ളൊരു ക്ലോക്കാണ് CPU ക്ലോക്ക് എന്ന് പറയുന്നത്. അതും മദർ ബോർഡിൽ തന്നെയാണ്. അപ്പോൾ ദീസ് ആർ ദ മേജർ കോമ്പോണൻറ്റ്സ്. They are microprocessor, RAM slot, BIOS, CMOS battery, cache memory, expansion buses, computer chipset and CPU clock. ഇനിയുണ്ട് കോമ്പോണൻസ്. നമുക്ക് കുറച്ച് കാര്യങ്ങൾ മാത്രമാണ് ഇവിടെ പഠിക്കാനുള്ളത്. അത് മാത്രം കോമ്പോണൻസ് ആയിട്ട് പറഞ്ഞതേ ഉള്ളൂ കേട്ടോ.
നെക്സ്റ്റ് ആഡ് ഓൺ കാർഡാണ്. ആഡ് ഓൺ കാർഡ് എന്ന് പറയുന്നത് ഒരു പ്രിൻറ്റഡ് സർക്യൂട്ട് ബോർഡിലുള്ളൊരു കാർഡാണ് ആഡ് ഓൺ കാർഡ്. ഇറ്റ് ഫിറ്റ് ഇൻ ടു ആൻ എക്സ്പാൻഷൻ സ്ലോട്ട് ഓൺ എ ഡെസ്ക്ടോപ്പ് കമ്പ്യൂട്ടർ. It is used to give computer additional capability such as to enhance a video performance via graphics card. ഓക്കെ, ഗ്രാഫിക്സ് കാർഡിൻ്റെയൊക്കെ നമുക്ക് എല്ലാ കമ്പ്യൂട്ടറിലും എന്തുണ്ടാവില്ല, ഈ ഗ്രാഫിക് കാർഡും അതുപോലെ തന്നെ ഈ വീഡിയോ കാർഡ്സ് ഒന്നും ഉണ്ടാവണമെന്നില്ല. അപ്പോൾ എന്താ ചെയ്യുക, അതിൻ്റെ പെർഫോമൻസ് ഇൻക്രീസ് ചെയ്യും. വീഡിയോ പെർഫോമൻസ് ആയിക്കോട്ടെ, ആനിമേറ്റഡ് ഗ്രാഫിക്സ് ആയിക്കോട്ടെ, ഇതിൻ്റെയൊക്കെ പെർഫോമൻസ് എൻഹാൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് എന്ത് യൂസ് ചെയ്യുന്നത്, ഈ ആഡ് ഓൺ കാർഡ് യൂസ് ചെയ്യുന്നത്. ആഡ് ഓൺ കാർഡ് യൂസ് ചെയ്യുന്നത് ഇത് പി സി ബിയിൽ ഈ ആഡ് ഓൺ കാർഡ് വെക്കുന്ന ആ ഒരു സ്ലോട്ട്, അതിനെ എക്സ്പാൻഷൻ കാർഡ് എന്നും പറയുന്നുണ്ട്. ഇതാണ് എക്സ്പാൻഷൻ സ്ലോട്ടിലാണ് ഈ ആഡ് ഓൺ കാർഡ് ഇൻസെർട്ട് ചെയ്യുന്നത്. ഓക്കെ, ഇറ്റ് ഈസ് യൂസ് ടു ഗിവ് എ കമ്പ്യൂട്ടർ അഡീഷണൽ കാപ്പബിലിറ്റി സച്ച് ആസ് എൻഹാൻസ്ഡ് വീഡിയോ പെർഫോമൻസ് വയ ഗ്രാഫിക്സ് കാർഡ്. മോസ്റ്റ് കോമൺലി യൂസ്ഡ് ആഡ് ഓൺ കാർഡ്സ് ആർ നെറ്റ്വർക്ക് കാർഡ്, സൗണ്ട് കാർഡ്, ഡിസ്പ്ലേ കാർഡ്, എക്സ്പാൻഷൻ കാർഡ്സ് ഒക്കെ എക്സാമ്പിൾസ് ഫോർ ആഡ് ഓൺ കാർഡ്സ് ആണ്. ഓക്കെ, ആ നെറ്റ്വർക്ക് കാർഡ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം നെറ്റ്വർക്ക് ഇൻ്റർഫേസ് കാർഡ് അല്ലേ. നെറ്റ്വർക്ക് ഇറ്റ് ഈസ് ഓൾസോ റെഫേർഡ് ടു ആസ് എഥർനെറ്റ് കാർഡ് ആൻഡ് നെറ്റ്വർക്ക് അഡാപ്റ്റർ. അത് നെറ്റ്വർക്കായിട്ട് കണക്ട് ചെയ്യാൻ വേണ്ടി, അതായത് ഹോം നെറ്റ്വർക്ക് അല്ലെങ്കിൽ ഇൻ്റർനെറ്റായിട്ടൊക്കെ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ NIC സിസ്റ്റത്തിൽ ഇൻസെർട്ട് ചെയ്യുന്നത്. അത് നെറ്റ്വർക്ക് ഇൻ്റർഫേസ് കാർഡാണ്, അതൊരു ആഡ് ഓൺ കാർഡാണ്. ഓക്കെ, ദെൻ സൗണ്ട് കാർഡ് എന്തിനാണ് യൂസ് ചെയ്യുന്നത്? ഇറ്റ് റെഫർ ടു ആസ് എൻ ഓഡിയോ ഔട്ട്പുട്ട് ഡിവൈസ്, സൗണ്ട് ബോർഡ് ഓർ ഓഡിയോ കാർഡ്. സൗണ്ട് കാർഡ് ഇസ് എൻ എക്സ്പാൻഷൻ കാർഡ് പ്രൊഡ്യൂസിങ് സൗണ്ട് ഓൺ എ കമ്പ്യൂട്ടർ. ഓക്കെ, ദാറ്റ് ക്യാൻ ബി ഹേർഡ് ത്രൂ സ്പീക്കേഴ്സ് ഓർ ഹെഡ്ഫോൺസ്. സൗണ്ട് കമ്പ്യൂട്ടറിൽ നിന്ന് സൗണ്ട് നമുക്ക് പുറത്തേക്ക് വരണമെങ്കിൽ സൗണ്ട് കാർഡ് കൊടുക്കണം അല്ലേ. ആ സൗണ്ട് നമ്മൾ കേൾക്കുന്നത് എങ്ങനെയാണ്? ഇറ്റ് ക്യാൻ ബി ഹേർഡ് ത്രൂ സ്പീക്കേഴ്സ് ഓർ ഹെഡ്ഫോൺസ്. ഓക്കെ, പിന്നെ ഡിസ്പ്ലേ കാർഡ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഓൾട്ടർനേറ്റീവ്ലി നോൺ ആസ് ഡിസ്പ്ലേ അഡാപ്റ്റർ, ഗ്രാഫിക് കാർഡ്, വീഡിയോ അഡാപ്റ്റർ, വീഡിയോ ബോർഡ്, ഇങ്ങനെയൊക്കെ ഈ വീഡിയോ ഡിസ്പ്ലേ കാർഡ് അറിയപ്പെടുന്നുണ്ട്. ഇറ്റ് ഈസ് യൂസ് ടു ക്രിയേറ്റ് എ പിക്ചർ ഓൺ എ ഡിസ്പ്ലേ. ഓക്കെ, അപ്പോൾ ഡിസ്പ്ലേ കാർഡ് ഇല്ല എന്നുണ്ടെങ്കിൽ വിത്തൗട്ട് എ വീഡിയോ കാർഡ് യു കാൻ't ബി ഏബിൾ ടു സീ ദ പേജ്. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് കാർഡുകൾ. ഓക്കെ, ഇതൊക്കെയാണ് ആഡ് ഓൺ കാർഡുകൾ. നെക്സ്റ്റ് പോർട്സ് ആണ്. പോർട്ട് എന്ന് പറയുന്നത് ഫിസിക്കൽ ഡോക്കിംഗ് പോയിൻ്റ് ആണ്, യൂസിങ് വിച്ച് ആൻ എക്സ്റ്റേണൽ ഡിവൈസ് ക്യാൻ ബി കണക്റ്റഡ് ടു കമ്പ്യൂട്ടർ. പോർട്ട് വഴിയാണ് നമ്മൾ എന്തെങ്കിലും ഒരു എക്സ്റ്റേണൽ ഡിവൈസ് നമുക്ക് കമ്പ്യൂട്ടറിലേക്ക് കണക്ട് ചെയ്യണം എന്നുണ്ടെങ്കിൽ ത്രൂ പോർട്ട് ആണ് നമുക്ക് കണക്ട് ചെയ്യുന്നത്. അതൊരു ഫിസിക്കൽ ഡോക്കിംഗ് പോയിൻ്റ് ആണ്. കേബിൾസോ പോർട്ട്സൊക്കെ വെച്ചിട്ടാണ് നമ്മൾ ഈ പോർട്ടിലേക്ക് ഡിവൈസ് കണക്ട് ചെയ്യുന്നത്. എക്സാമ്പിൾസ് ഫോർ എക്സ്റ്റേണൽ ഡിവൈസ് അറ്റാച്ച് ബൈ പോർട്ട്സ് എന്ന് പറയുമ്പോൾ മൗസ്, കീബോർഡ്, അതുപോലെ തന്നെ വേറെന്തൊക്കെയാണ് വരുന്നത്, എക്സ്റ്റേണൽ ഡിവൈസസ് കണക്ട് ചെയ്യുന്നത്. നമ്മൾ പോർട്ടിലേക്ക് കണക്ട് ചെയ്യാന്ന് പറയുമ്പോൾ മൗസ് ആകാം, കീബോർഡ് ആകാം, മൈക്ക് ആകാം, മോഡം ആകാം, USB ആകാം അല്ലേ. അപ്പോൾ ഇതൊക്കെ കണക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അവിടെ ഡിഫറെൻറ്റ് പോർട്ടുകൾ വേണം. ഓക്കെ, അത് സീരിയൽ പോർട്ടാകാം, പാരലൽ പോർട്ടാകാം, USB പോർട്ടാകാം. ഈ സീരിയൽ പോർട്ട് എന്ന് പറയുമ്പോൾ എക്സ്റ്റേണൽ മോഡം അല്ലെങ്കിൽ പണ്ടത്തെ മൗസൊക്കെ കണക്ട് ചെയ്യുന്നത് ഈ സീരിയൽ പോർട്ടിലായിരുന്നു. പാരലൽ പോർട്ട് എന്ന് പറയുന്നത് സ്കാനേഴ്സ്, പ്രിൻറ്റേഴ്സും ഒക്കെ കണക്ട് ചെയ്യുന്നത് പാരലൽ പോർട്ടാണ്. ഇറ്റ് ഈസ് ഓൾസോ കോൾഡ് പ്രിൻ്റർ പോർട്ട്. പാരലൽ പോർട്ടിനെ പ്രിൻ്റർ പോർട്ട് എന്നും കൂടി അറിയപ്പെടുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് പോർട്ടിൽ വരുന്നത്. പിന്നെ വരുന്ന കാര്യം ലാസ്റ്റ് വണ്ണാണ് നെറ്റ്വർക്ക് കേബിൾസ്. നെറ്റ്വർക്ക് കേബിൾസ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം these are networking hardware used to connect one network device to other network device or connect two or more computer. ഒന്നുകിൽ 2 നെറ്റ്വർക്ക് ഡിവൈസുകൾ തമ്മിൽ കണക്ട് ചെയ്യാനാകാം, അല്ലെങ്കിൽ 2 കമ്പ്യൂട്ടറിന് പ്രിൻ്ററിനെയോ സ്കാനറിനെയോ ഷെയർ ചെയ്യാനാകാം നെറ്റ്വർക്ക് കേബിൾസ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഈ നെറ്റ്വർക്ക് കേബിൾസ് എന്ന് പറയുമ്പോൾ ഡിഫറെൻറ്റ് ടൈപ്സ് ഉണ്ട്. കൊയാക്സിയൽ കേബിൾ, ഒപ്റ്റിക്കൽ ഫൈബർ കേബിൾ, ട്വിസ്റ്റഡ്
പെയർ കേബിൾ, ഇതെല്ലാം തന്നെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് നെറ്റ്വർക്ക് കേബിൾസ് ആണ്. ദീസ് ആർ യൂസ്ഡ് ഡിപ്പെൻഡിങ് ഓൺ ദ നെറ്റ്വർക്ക് ഫിസിക്കൽ ലെയർ, ടോപ്പോളജി ആൻഡ് സൈസ്. നെറ്റ്വർക്കിൻ്റെ ആ ഫിസിക്കൽ ലെയറും അല്ലെങ്കിൽ ടോപ്പോളജി, അതിൻ്റെ സ്ട്രക്ചർ, അല്ലെങ്കിൽ ആ നെറ്റ്വർക്കിൻ്റെ സൈസ്, ഇതിനെയൊക്കെ ഡിപ്പെൻഡ് ചെയ്താണ് ഏത് ടൈപ്പ് നെറ്റ്വർക്ക് കേബിൾ യൂസ് ചെയ്യണമെന്ന് ഡിറ്റർമൈൻ ചെയ്യുന്നത് അല്ലെങ്കിൽ ഡിസൈഡ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ആ ഡിവൈസുകൾ തമ്മിൽ സെപ്പറേറ്റ് ചെയ്യുന്നത് ഫ്യൂ മീറ്റേഴ്സ് ആകാം. അതായത് ഒന്നുകിൽ ലോക്കൽ ഏരിയ കണക്ഷൻ ആകാം, വഴി എതർനെറ്റ് വഴി ലോക്കൽ ഏരിയ കണക്ഷൻ ആകാം, അല്ലെങ്കിൽ അൺലിമിറ്റഡ് ഡിസ്റ്റൻസും ആകാം. ഓക്കെ, കണക്ഷൻസ് ഓഫ് ദി ഇൻ്റർനെറ്റ് വഴി അൺലിമിറ്റഡ് ഡിസ്റ്റൻസും ആകാം. അപ്പോൾ ഇതിനൊക്കെയാണ് നെറ്റ്വർക്കിംഗ് കേബിൾസ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഈ കോയാക്സിയൽ കേബിൾ എന്നൊക്കെ പറയുന്നത് സിംഗിൾ കോപ്പർ കണ്ടക്ടറാണ് കേട്ടോ. അതൊരു കോപ്പർ കണ്ടക്ടറാണ്. അതുപോലെ തന്നെ ഇത് 2 ടൈപ്സ് ഉണ്ട് കോയാക്സിയൽ കേബിൾ. തിൻ കോയാക്സിയൽ കേബിളുണ്ട്, തിക്ക് കോയാക്സിയൽ കേബിളുണ്ട്. അതൊന്നും ഡീറ്റെയിൽ ആയിട്ട് നോക്കാനില്ല, നിങ്ങൾ ഇത്രയും ഇങ്ങനെ ഉണ്ടെന്നുള്ളത് മനസ്സിലാക്കി വെക്കുക. ദെൻ ഫൈബർ ഒപ്റ്റിക് കേബിൾ ഉണ്ട്, ട്വിസ്റ്റഡ് പെയർ കേബിളും ഉണ്ട്. അപ്പോൾ ഏറ്റവും മോസ്റ്റ് ടൈപ്പ് ഓഫ് നെറ്റ്വർക്ക് കേബിൾ യൂസ് ചെയ്യുന്നത് ഈ ട്വിസ്റ്റഡ് പെയർ കേബിളാണ്. അതുപോലെ തന്നെ ടെലിഫോൺ ഇതിലും അതുപോലെ തന്നെ കമ്പ്യൂട്ടർ നെറ്റ്വർക്കിങ്ങിലൊക്കെ യൂസ് ചെയ്യുന്നത് ഈ അൺഷീൽഡഡ് ട്വിസ്റ്റഡ് പെയർ കേബിളാണ്. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് നെറ്റ്വർക്കിംഗ് കേബിൾസ്. ഓക്കെ, അപ്പോൾ ദീസ് ആർ ദ മേജർ ഹാർഡ്വെയർ കോമ്പോണൻറ്റ്സ്. ഓക്കെ, computer hardware components. Thank you.